شورا كله گشته کلش کشته از اینجا اینجوری آمده آمده افغانستان است ولی افغانستان بعد میره میره ایران ترکمنستان ازبک From India. What's the fact? From India. Tourist, India. Passport. Yeah. Chile, Chile. Nothing. Taxi. You never go? Yeah, only one person. Yeah, never. Yeah, yeah. Germany. Sorry? What to Germany? Kabul, Kabul. Yeah. India, yeah. Shukran. ഓ ഇവരെ ചെക്കിങ് ഭയങ്കര ആട്ടാ തോക്കെല്ലാം കണ്ടാൽ ശരിക്കും കിട്ടും തോക്കെല്ലാം കണ്ട് എടുത്ത ജനങ്ങളെല്ലാം പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഇവര് പറയുന്നെല്ലാം കേട്ടു ഇത് പണ്ടേത്തെ കാലം എന്തെല്ലാം അവസ്ഥയാ അടിച്ചോണേ അഫ്ഗാനിസ്ഥാനിലെ രാത്രി ഡ്രൈവ് ഒക്കെ വണ്ടിയിൽ ഒരു കുന്തവുമില്ല പഠിച്ചോനെ ലൈറ്റും ഇല്ല From India. Ah, India, India. Hindi? India, yeah. Hindi. Tarafta. Okay. Tarafta. Da şurada ustadın varsa. അങ്ങനെ ഇതാ നമ്മള് രാവിലെ തുടങ്ങിയ ഡ്രൈവ് ചെയ്യണം കാണ്ഡഹാറിന്ന് ഏകദേശം 600 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് 8-10 മണിക്കൂർ ഇത് അവസാനം നമ്മൾ എത്തി മക്കളെ കാബൂൾ ഇതാണ് കാബൂൾ നോക്കിയിട്ട് അങ്ങ് ആഹാ നല്ല സിറ്റി ഊട്ടിയിലാട്ടം പോയോ എത്രയാ ലൈറ്റുകൾ നോക്ക് ഇതാണ് അഫ്ഗാനിസ്ഥാൻ കേട്ടാ ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാനില്ല കുറച്ച് എന്താ പറയണ്ട മൂക്കുപൊടി വാങ്ങിയിട്ട് ഇഷ്ടം പോലെ ലോറികൾ ഇടയിലൂടെയാണ് നമ്മൾ അറഞ്ചം പുറഞ്ചായിട്ട് പോകുന്നത് കേട്ടോ ഓനെ ഫോളോ ചെയ്യണം ഓരോ ലോറികളെ നോക്ക് ഇന്ത്യന്ന് വണ്ടി ഓടിച്ച് കളിച്ച നമ്മളോടാ നിങ്ങളെ കളി ഇതിനേക്കാളും 18-36 അടവ് വായിക്കിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ വണ്ടി ഓടിക്കുന്നത് അന്നേരാണ് അഫ്ഗാനിസ്ഥാനിലെ ലോറി ഡ്രൈവേഴ്സ് ഇതിലോട്ടല്ല നമ്മള് വന്നേന്നറിയാം എന്റെ മക്കളെ ഏതോ വീടിന്റെ നീറായിന്റെ പുറത്തൂടെ എല്ലാം വന്ന് അതിന്റെ ഇടയിൽ താലിബാന്റെ കുറെ ചെക്കിങ്ങും ഇവനിങ്ങനെ എന്റെ മുന്നിൽ പോവും മോന്റെ ബേക്കിൽ പിടിച്ചിട്ട് ഞാനിങ്ങനെ ഇവിടെ മുമ്പിലെത്തി ഓവർടേക്കിംഗ് ആണ് ഇവിടുത്തെ മെയിൻ ഫുള്ള് ലോഡും വണ്ടിയാണല്ലോ ഇത് ഇതിലോട്ട് ഇറങ്ങി
കുഴി ഉണ്ടായിരുന്നു. അപ്പൊ നേരെ കുഴിയിൽ വേണ്ടി മര്യാദക്ക് പോടങ്ങി നല്ല അണുക്കിന്റെ അപ്പുറം വരാൻ പറ്റും. വണ്ടിയിലും കൂടി ചട വടയാവും. ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കുറേ സമയം കളിക്കുന്നു. ഈ റൈറ്റിലൂടെ അത്ര പോയിക്കൂടാണ്. വലിയ ഓട്ടകളുണ്ട്, ഇവര് കുഴിച്ചു വെച്ച കുറെ കുഴികൾ. വീണില്ലെങ്കിൽ എല്ലാ പാർട്സും ഇന്ത്യന്ന് എത്തിക്കേണ്ടി വരും. ആരെത്തിക്കും അല്ലാഹു. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം ഈ ഭാഗത്തെല്ലാം റൈറ്റ് സൈഡാ ഡ്രൈവ്, പക്ഷെ ഇവിടുത്തെ ലെഫ്റ്റ് സ്റ്റിയറിംഗ് ആണ്. അപ്പൊ ആളുകൾക്ക് ഈ വേഗം ഓവർടേക്ക് ചെയ്യുമ്പോൾ കാണും. പക്ഷെ നമ്മളെല്ലാം റൈറ്റ് സ്റ്റിയറിംഗ് ആകുമ്പോൾ നമ്മൾ ഉള്ളോട്ട് ഉണ്ടാവാം. അപ്പൊ നമുക്ക് റോഡ് ശരിക്കും കാണൂല. അപ്പൊ ഈ റൈറ്റ് സ്റ്റിയറിംഗ് വണ്ടി ഈ എന്താ പറയണ്ട റൈറ്റ് ചേർത്ത് ഓടിക്കുന്ന രാജ്യത്ത് നിന്ന് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഈ ലോറി ഇല്ലേ, ഈ ലോറി നമ്മളെ ഫ്രണ്ടിലുണ്ട്. ആ ലോറി അല്ലാ എന്ത് താലിബാനേ ഇത്, തീരാത്ത താലിബാൻ. ഇവിടെ ഇപ്പം പിന്നെ നിർത്തേണ്ടി വരും. കച്ചറായിട്ടാണ് പോവാൻ. എല്ലായിടത്തും ഇവർ തന്നെയാണല്ലോ. ഓണെന്തല്ലോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ടൂറിസ്റ്റ് വണ്ടിയാണ് അങ്ങനെ ഇങ്ങനെ എന്നല്ലോ. പറഞ്ഞു കൊടുത്താലും നമ്മളെ ചെക്ക് ചെയ്യൂലേ. തോക്കല നോക്ക്, മേത്തെല്ലാം ഒട്ടിച്ചു. എൻ്റെ മക്കളെ, ഈ ദജ്ജാല ഗൂഗിൾ മാപ്പ് നമ്മൾ എത്തിച്ച സ്ഥലം നോക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. എന്തൊരു വഴിയായത്. സ്നോവേ ഇത് നോക്കിയാട്ട് ഇതെവിടെയാ നമ്മൾ എത്തിപ്പെട്ടേ. വേണ്ട, ഒന്നും വിളിക്കുന്നില്ല ഞാൻ. ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ശൈത്താൻ എന്നെ പറഞ്ഞ ഒരു സ്ഥലം. ഇത് എന്ത് സ്ഥലത്താണ്? No, he will come. I will wait. Brother, he will come. My friend coming. എന്നാലെന്റെ മോളെ, ഈ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ പച്ച വളക്ക് വിശ്വസിക്കും. ഇതാണ് മക്കളെ ഒരു റിവേഴ്സ്, ഒരു അപാര റിവേഴ്സാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഏതോ ഒരു ഗല്ലിയിൽ പെട്ട് കുറെ കുട്ടികളും ഞാനും. Sardar, is it finished? Sardar. Sardar. Call him. Sardar, come. Can you please take some front shot? I locked it. Why? I need. So from here you can go to the. Okay, from front shot. Some front shot. सीधा पड़ेगा। हाँ, हम तो बोलते हैं बहुत सारे नहीं पड़ा, लेफ्ट को।
ഇവിടെ ഗ്ലാസ് മാത്രം പിടിക്കരുത്. അങ്ങനെ സംഭവം. Okay, it's finished. How long it will take? Another. My name is Rajana. Bye. So. Where is that guy? Where? Where is he? Thank you. Bye bye. Goodbye. No, you're problem. Bye bye. No. ഈ കുട്ടികളെന്താ കാല് കാല് മുറികളതിന്റെ എടാ കാല് പൊട്ട. Your problem. ഞാൻ എടുത്തിട്ട് പോയി ഇങ്ങോട്ടേക്ക് ബ്രദർ നോ കുട്ടികളേത് എന്റെ മക്കളെ ഈ കുട്ടികൾ എന്ത് കുട്ടികളാ ഇത് ബാക്കിലോട്ട്. നമ്മളിത് നിൽക്കാൻ പോകുന്നത് ഇവരെ വീട്ടിലാണ്. ഞാനിപ്പോൾ സിം എടുക്കാൻ വന്നപ്പോൾ ഉപ്പര് പറഞ്ഞ് ഒന്നാമത് എൻ്റെ സിമ്മ് ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ സിം ആക്റ്റീവ് ആണെങ്കിൽ എന്തായാലും 24 മണിക്കൂർ എടുക്കും. അപ്പോൾ മാപ്പിലാണ് ഇങ്ങ് പോകാൻ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ മൂപ്പരെ വീട്ടിൽ നമ്മളെ കൂട്ടിയിട്ട് പോകുന്ന കേട്ടോ. അഫ്ഗാനിസ്ഥാനിൽ ആദ്യത്തെ ദിവസം നമ്മൾ നിൽക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ സിം എടുക്കാൻ വന്ന ഷോപ്പിൽ ആളുണ്ട്, മൂപ്പരെ വീട്ടിലാണ്. കാരണം എൻ്റെ സിമ്മ് എനിക്ക് 24 hours കഴിഞ്ഞിട്ട് ഇവിടെ വർക്കാളൂ. മൂപ്പര് പറഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലോ വീണ് ഇൻ്റർനെറ്റ് എന്തായാലും ഉണ്ടാവില്ല, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ മൂപ്പരെ ബൈക്കിൻ്റെ ബൈക്കിൽ നമ്മൾ പോകുന്ന കേട്ടോ. ഇതാണ് ദിസ് ഈസ് അഫ്ഗാനിസ്ഥാൻ. ഫുള്ള് മുകളിൽ മൂടിക്കെട്ടിട്ട് എടുത്ത് പെണ്ണുങ്ങന്മാർ നടക്കുന്നത്. താലിബാൻ എൻ്റെ മോനെ വല്ലാത്തൊരു താലിബാനാണിത്. അങ്ങനെ പോലെ ദിസ് ഈസ് നിർമോസ് പ്രൊവിൻസ്. ഇത് അഫ്ഗാനിസ്ഥാനിലെ നിർമോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇത് നമ്മൾ കേരളം പോലത്തെ ഒരു സ്റ്റേറ്റ്. അപ്പോൾ മൂപ്പരെ വീട്ടിലേക്കാണ് പോകുന്നത്. This is a small village of Afghanistan. This is Nirmos. So people selling കണ്ട പെട്രോൾ വെക്കുന്ന നോക്കിയാട്ടെ കുപ്പിയിലാക്കിയിട്ട് ഇവിടുത്തെ ഓർഡർ ചെയ്ത് അവരെന്ത് സ്പീഡിലാണ് പോകുന്നത്. Look at this.
ഇത് എവിടെയാണ് ഇവരെ വീട്? പഠിച്ചോനെ, എന്തൊരു സ്ഥലം ഇത്. മൂപ്പരെങ്ങോട്ടാ പോയേ? റൈറ്റിലോ? ഇയാളെന്ത് പോക്കാ പോകുന്നു? സ്പീഡിൽ പോയാൽ ഞാനെങ്ങനെ കാണാം? ഓക്കെ ഓക്കെ. Yes. Drinking water from government? No. It's personal. Money? Yeah. How much for 1 liter? For 1,000 liters, 500. ഇതാണ് അഫ്ഗാനിസ്ഥാൻ്റെ പഴയ പൈസ. ഈ പഴയ പൈസൻ്റെ മുകളിൽ ഇവരാൾ ഗവർണറായിരുന്നു, ഒരു ഫാദർ ഓഫ് നേഷൻ പോലത്തെ ഒരാളെ ഇത്, സർദാർ ദാവൂദ് ഖാൻ. പിന്നെ 1975 ഇവിടെ ആൾക്കാരെല്ലാം കൂടി പ്രശ്നമാക്കി, അങ്ങനെ മൂപ്പരെ ഭരണം ഇവിടെ വീണെന്നാണ് പറയുന്നത്. അതിനുശേഷം വന്ന പൈസ ഇത്. പക്ഷേ ഈ പൈസയിൽ ഇവരെ ഫോട്ടോ ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഗാന്ധിജിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ, പക്ഷേ ഇവരത് അങ്ങനെയല്ല. ഇവരിപ്പോൾ താലിബാൻ്റെ ഭരണം കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതാണ് ഇവരെ അഫ്ഗാനിസ്ഥാൻ്റെ പൈസ. ഈ 500 ഉറുപ്യ നമ്മളെ ഇന്ത്യൻ മണി ഏകദേശം 600 ഉറുപ്യ ഉണ്ട്. Sen tabii ver doktoru. $49 liter 3,530 rupees. ഓക്കെ, അങ്ങനെ ഭക്ഷണം വാങ്ങിയിട്ടാ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുന്നത്. ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിൻ്റെ അടുത്ത് മസാരി ഷെരീഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എത്തണം. ഇന്ന് ബുമിയാന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബുമിയാന് കുറച്ച് ദൂരമാണ്. ദൂരത്തിൻ്റെ അല്ല, ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്ത് മടുത്ത ഒരവസ്ഥയാണ്. അഫ്ഗാനിസ്ഥാൻ എല്ലായിടത്തും പോകാൻ വലിയ മനസ്സില്ല. ഭക്ഷണവും വാങ്ങിയതാ നമ്മൾ യാത്ര തുടരുന്നു. ഇതെല്ലാം നോക്കിയാട്ടെ, ഒരു നോർമൽ ഈ പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ എല്ലായിടത്തും ഇതുപോലത്തെ റോഡാട്ടാ. നമ്മുടെ ഇന്ത്യ പോലെ വലിയ ഹൈഫൈ റോഡും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അമേരിക്ക നശിപ്പിച്ചതിന് ശേഷം ഇപ്പം US-ഉം അല്ല, അമേരിക്ക നശിപ്പിച്ചതിന് ശേഷം കുറേ പാകിസ്ഥാൻ അങ്ങനത്തെ കുറേ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ ഈ താലിബാൻ എല്ലാവരും വളർത്തുന്ന തന്നെ ഈ നാട് ഒരിക്കലും നന്നാവണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ എപ്പോഴും ഒരു എന്താ പറയണ്ടേ, അടിമ പോലത്തെ ഒരു രാജ്യമായിരിക്കണം, ഒന്നുമില്ലാത്ത രാജ്യമായിരിക്കണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അത് ഈ ഹംകൾക്ക് തിരിയണ്ടേ താലിബാൻ. അവർ വിദ്യാഭ്യാസം കൊണ്ടുവന്ന് സ്കൂളും കോളേജും തുറന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്താലല്ലേ, വണ്ടി ഓടിച്ച് എല്ലാം കൊടുത്താലല്ലേ ഇവിടെ എന്തെങ്കിലും നടക്കും. തോന്നിയ പോലെ ഉള്ളതെല്ലാം പൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനിവനല്ലോ. അഫ്ഗാനിസ്ഥാന് ഒരിക്കലും വളരണ്ടെന്നുള്ള വിചാരത്തിലാണ് എല്ലാ രാജ്യങ്ങളും.
എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ആൺകുട്ടിയൊക്കെല്ലാം സ്കൂളിൽ പോവാൻ, സ്കൂളിൽ നിന്നല്ല മദ്രസ, അവർക്ക് കുറേ പോവാം. പെൺകുട്ടികൾ മദ്രസ 6ാം ക്ലാസ് വരെ പോകും, അത് കഴിഞ്ഞാൽ വീട്ടിലിരിക്കും. പക്ഷെ ആൺകുട്ടിയൊക്കൊന്നും പഠിക്കേണ്ട ബുദ്ധിയില്ല, അവർക്ക് പഠിക്കാൻ വേണ്ട, അവർക്ക് ഇങ്ങനെ നടന്നാൽ മതി. പഠിക്കാനുള്ള ഫുള്ള് ബുദ്ധിയുള്ള പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളാണെങ്കിൽ ഇവർ പഠിപ്പിക്കൂല. പഠിച്ചു കഴിഞ്ഞാൽ എന്തോളം ഇവർക്കെല്ലാം പ്രശ്നം. ഈ താലിബാൻ വരുന്നതിന് മുന്നേ 4 കൊല്ലം മുന്നേ പഠിച്ചിറങ്ങിയ കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാം ഇപ്പം വീട്ടിലിരിക്കുന്നു. അധികം ആൾക്കാർ ഈ നാട് വിട്ടു പോയി, എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത്. ആർക്കും നാട് വേണ്ട, മടുത്ത്. എടുത്ത് കുറേ ലോക്കൽസിനോട് സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം ഇത് മടുത്ത്. ഇനിയിപ്പോൾ അവരെ എപ്പെങ്കിലും എല്ലാവരും ഒത്തുകൂടി എന്തെങ്കിലും ഒരു സമരം ചെയ്താലാട്ടാ എന്തെങ്കിലും നടക്കുള്ളൂ. ഒന്നും വേണ്ട, താലിബാൻ ഭരിച്ചോട്ടെ, പക്ഷെ ആ പെൺകുട്ടികളെ പഠിക്കാനുള്ള ഒരു അവസരവും, ഡ്രൈവ് ചെയ്യാനുള്ള ഒരു അവസരവും, പഠിക്കാൻ യൂണിവേഴ്സിറ്റി തുറന്നു കൊടുക്കുക, കോളേജ് തുറന്നു കൊടുക്കുക, പഠിക്കാൻ എങ്ങനെ ഒരു രാജ്യം വളരുക, എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് എന്തെങ്കിലും നടക്കുക. ഇവർ 24 മണിക്കൂർ തോക്കും പിടിച്ച് ആൾക്കാരെ പേടിപ്പിച്ച് എന്ത് ഇവർ ചെയ്യുന്നു? വല്ലാത്തൊരു നാടെന്ന്. നിങ്ങൾ നോക്കിയേ, ഒരു രാജ്യത്തിൻ്റെ എക്സ്പ്രസ് ഹൈവേ ഇത്. ഒന്നും ഉണ്ടാക്കാൻ അവരുടെ അടുത്ത് എവിടെ ഫണ്ട്? അപ്പം എല്ലാവരും പറയും അമേരിക്ക ഇങ്ങനെ ആക്കിയത്. അമേരിക്ക ഇങ്ങനെ ആക്കിയിട്ട് ഇത്ര കൊല്ലായി. ഈ താലിബാൻ ഇല്ലെങ്കിൽ എന്താ അവർ നന്നാവൂലേ? നമ്മൾ ഇന്ത്യ എന്താ വലിയ പൈസ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ ആയത്? പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്കും മനസ്സിലാവില്ല. ഇവർക്ക് അങ്ങനത്തെ ചിന്തയില്ല. ഇവരിവിടെ പഠിച്ച് എന്നിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ ഒരു പേപ്പർ കൊടുത്താൽ അത് വായിക്കാൻ അവർക്ക് അറിയില്ല, ഒരു ഭാഷ അറിയില്ല, അവർക്ക് അവരുടെ ഭാഷ മാത്രമേ അറിയൂ. നോക്കിയട്ടെ, നല്ല തെജുക്ക് ഉസവക്കികളാണ്. ഇവരെ കാണാൻ വേറെ തന്നെ ഒരു ചൈനക്കാരെ പോലെ. ആകെയിലും കാബൂളിലുള്ള ഹസാറ പീപ്പിൾ മാത്രമാണ് നല്ല അത്യാവശ്യം പഠിച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ. നല്ല ചെറിയ രീതിയിൽ നല്ലോണം ജീവിക്കുന്നവരാണ് തന്നെ. നല്ല അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളും നമ്മളെ മലയാളികളെ പോലെ മുകളിലും താഴെ വീടും കാര്യങ്ങളെല്ലാം ഉണ്ട്. മുക്കിലും മൂലയിലും ഇവരെ കുറേ ചെക്കിങ്. കുട്ടികളെല്ലാം ഇങ്ങനെ ഓരോ പുല്ലും പെറുക്കി നടക്കുക. വായിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇവിടെ കുറെ സ്ഥലങ്ങളെല്ലാം പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെ ഈ ഒരുമാതിരി ഇതുകൊണ്ട് എവിടെയും പോകാനും തോന്നുന്നില്ല. ഡ്രൈവ് ചെയ്ത് മടുത്ത രാജ്യമായിട്ടാ. ആദ്യം തുർക്കി ഞങ്ങൾക്ക് ഓടി മടുത്തു പോയി. പക്ഷെ തുർക്കിയെല്ലാം നല്ല രസമാണ്, എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇത് കുറെ റെസ്ട്രിക്ഷൻസും. ഇപ്പം അറിയുന്ന ഒരാളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോലീസ് വരിക, താലിബാൻ വരിക, ചെക്ക് ചെയ്യുക. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ പുറത്തെ. ഇത്തെ ആൾക്കാർ ഭയങ്കര നല്ല ആൾക്കാരട്ടാ, പേണു പോലത്തെ ആൾക്കാരാണ്. പക്ഷെ പറഞ്ഞിട്ടറിയില്ല, താലിബാൻ ഒരു നമുക്ക് 4 കൊല്ലം താലിബാൻ ഈ അഫ്ഗാനിസ്ഥാൻ ഭരിച്ച എന്ത് കുന്തവരുണ്ടാക്കി. ഇന്ന് നമ്മൾ കാണുന്ന കാബൂളിലെ ബിൽഡിങ് കാര്യങ്ങളെല്ലാം താലിബാന് മുന്നേയുള്ള ഗവൺമെന്റ് ഉണ്ടാക്കിയത്. ഇവിടെ കുറെ പാട്ടുകാരുണ്ടായിരുന്നു. എല്ലാ പാട്ടുകാരെയും അവർ നാട് കടത്തി, കുറെ ആൾക്കാർ ഈ നാട് വിട്ടു പോയി. ഇവിടെ ഒന്നുമില്ല, കലയില്ല, ഒന്നുമില്ല, ഒരു കുന്തവുമില്ല. കുറെ തോക്കും പിടിച്ച പോലീസുകാരും കുറെ അകത്തിരിക്കുന്ന പെണ്ണുങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യത്തില് താലിബാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് പെണ്ണുങ്ങൾക്ക് പണിക്കൊന്നും പോണ്ട, അകത്തുനിന്ന് പുറത്തിറങ്ങണ്ട, എന്തിനും ഒരു പേപ്പർ വരെ ശരിയാക്കാൻ മാപ്പിളാർ പോയിക്കോളും. പക്ഷെ നമ്മളെല്ലാം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ പോയി ചെയ്യണ്ടേ. അക്കാര്യത്തിൽ ഇവർ ബെസ്റ്റാണ്. അതാ താലിബാൻ, അതാണ് താലിബാൻ. എന്തോട് ചോദിക്കണം, ഇവനോട് കുറെ പറയണത്.
ഈ പോലീസുകാരെ കുഴപ്പമില്ല, കുറെ മുത്തപ്പന്മാരുണ്ടാവും ഫുള്ള് തലയെ കെട്ടിയിട്ട് നടക്കുന്നത്. അവരാണ് ഭയങ്കര ചോദ്യങ്ങളും ചോദ്യം കേട്ടാ നിങ്ങളിപ്പം അങ്ങനത്തെ ചോദ്യം. ഏറ്റവും വലിയ രസം എന്താണെന്നറിയാം, ഈ താലിബാന് വലിയ മുത്തപ്പ ഉണ്ട്, ഇതിന്റെ വലിയ ആള്, ഇതിന്റെ ഗവർണർ, അയാളെ മക്കളെല്ലാം പെൺകുട്ടികളെല്ലാം പുറത്തെല്ലാം പോയി പഠിക്കുന്ന ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അയാളെ മക്കൾ പുറത്ത് പോയി പഠിക്കുന്ന, അമേരിക്കയിൽ പോയി പഠിക്കുന്ന, അയാളുടെ ഫാമിലിയെല്ലാം ഭയങ്കര വെൽ സെറ്റിൽഡ്. അയാൾ അമേരിക്കയിൽ പോകുന്ന, അങ്ങ് പോകുന്നു ഇങ്ങ് പോകുന്നു, എവിടെല്ലോ പോയി പഠിക്കുന്നത്. ഇവിടുത്തെ ഇതിന്റെ ഉള്ളിലുള്ള പെൺകുട്ടികളാ ഒരു പൂട്ടിയിട്ടിട്ട് വിദ്യാഭ്യാസം കൊടുക്കാണ്ട് എല്ലാം അതങ്ങനെ തന്നെ ഉണ്ട് എല്ലാ നാട്ടിലും. പൊളിറ്റിക്സിന്റെ മെയിൻ നേതാക്കന്മാരെ മക്കളെല്ലാം ഭയങ്കര സംഭവമായിരിക്കും. അതിന്റെ താഴെയുള്ള അണികൾ ചാവാനും കുത്താനും നടക്കും. സെയിം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്, എല്ലായിടത്തും ഒരു മാറ്റമൊന്നുമില്ല. എന്നാൽ ഇവരെന്ത് ക്രൂരതയാണ് ഈ നാട്ടിൽ പെൺകുട്ടിയോട് ചെയ്യുന്നത്. ഒരു വിദ്യാഭ്യാസം കൊടുത്ത് ഇവർക്ക് എന്താ നഷ്ടപ്പെടുക, ഇവരെന്താ ചെയ്യുക? ഒരു എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് ഒരു നാട് എങ്ങനെ വളരുക? ഒരു അറിവും കാര്യവും ഇല്ലാണ്ട് ഈ മക്കള് പഷ്തുകളുണ്ടല്ലോ, 4 വിഭാഗങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാനിൽ: പഷ്തു, ഉസ്ബെക്ക്, തജക്ക്, ഹെസാർ. ഈ ഹെസാറാണ് നമ്മൾ ഇന്നലെ പോയി താമസിച്ച ആൾക്കാർ. അവർ കുറച്ചും കൂടി നല്ല ഒരു ആൾക്കാരാണ്. അതായത് അത്യാവശ്യം എഡ്യൂക്കേഷൻ, അവിടെ സ്കൂളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയ മക്കൾ സ്കൂളിൽ പോകുന്ന ഞാൻ കണ്ടിന്. അവര് കാണാൻ ചൈനക്കാരെ പോലെ, കാരണം ഉസ്ബെക്കും തജിക്കിൻ്റെ ഉള്ള മിക്സിങ്. അവരാണ് ഒറിജിനൽ അഫ്ഗാനികൾ. അതുപോലെ ഈ പഷ്തുകളുണ്ടല്ലോ, ഉള്ളോട്ടുള്ള ഈ ബുർക്ക ഇട്ട് നടക്കുന്നത്, കണ്ണ് മുഖം ഫുള്ള് മറിച്ചിട്ട്, അവർ ശരിക്കും പാകിസ്ഥാൻ മിക്സിങ് ആണ്. അപ്പൊ അവർ ശരിക്കും പാകിസ്ഥാനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഉസ്ബെക്കും ഈ എന്താ പറയണ്ട ഈ തജിക്കും ഈ ഹെസാറെല്ലാണ് ഒറിജിനൽ അഫ്ഗാനി. പക്ഷേ താലിബാൻ വരുന്നതിന് മുന്നേ പഠിച്ചിറങ്ങിയ കുറെ പെൺകുട്ടികളുണ്ട്. അതിലത്തെ കുറച്ച് ആൾക്കാർ ഡോക്ടർ ആകലും പഠിച്ചിരുന്നു. അതിലത്തെ ഡോക്ടർമാർ മാത്രമേ ഇവർ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ടീച്ചേഴ്സിനും ഡോക്ടറിനും ഇവിടെ പണിയെടുക്കാം. അതേസമയം ഓഫീസിലോ മറ്റുള്ള ഷോപ്പിലോ എന്താ പറയണ്ടേ ഒഫീഷ്യലായിട്ടില്ല ഒരു സ്ഥലത്തും പണിയെടുക്കാൻ പറ്റില്ല. അതെല്ലാം ബാനാണ്. അതുപോലെ താലിബാന് വന്ന സമയത്ത് കോളേജ് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ ഇപ്പോഴും 10ാം ക്ലാസ് ആയിട്ട് വീട്ടിലിരിക്കുന്നു. ഞാൻ ഇന്നലെ പോയ വീട്ടിൽ അവൻ്റെ 2 പെങ്ങന്മാർ വീട്ടിലാണ്. പക്ഷെ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഇപ്പോൾ ഓൺലൈൻ എന്തെങ്കിലും പഠിക്കണമെന്നും പറ്റിയിരിക്കുന്നു. പിന്നെ കാബൂളിൽ കണ്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഹെസാർ പീപ്പിൾ ഉണ്ടല്ലോ, ഇവര് ഈ മാളിന്റെ ഉള്ളിലെല്ലാം ഷോപ്പിലെല്ലാം ഇരിക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്. അതിന് ഇവർ അലോ ചെയ്യുന്നുണ്ട്. കാരണം ഈ താലിബാന്റെ ഈ ശക്തമായ കാര്യങ്ങളൊന്നും ഈ ഹെസാർ പീപ്പിളിനോട് അങ്ങനെ ഇല്ല. ഇവരെല്ലാ കളിയും കളിക്കുന്ന പഷ്തുകളോട്. പഷ്തു കുട്ടികൾ എന്താണോ, ഞാൻ ആ റോഡ് ഫുള്ളും ഡ്രൈവ് ചെയ്യുന്ന 2 മക്കളെ ഒരു ചാക്ക് കൊടുത്തിട്ട് രാവിലെ തന്നെ കുട്ടികൾ റോഡിന്റെ 2 സൈഡിലോട്ട് ഇങ്ങനെ നടക്കും, ചെരുപ്പ് ഇടാണ്ട്. വെയിൽ എന്നെല്ലാം പറഞ്ഞാൽ ഉച്ച വെയിൽ, നട്ടുച്ച വെയിൽ, മനുഷ്യന് തല പൊട്ടിപ്പോ 45 ഡിഗ്രി ആയിട്ടുണ്ട് പുറത്ത്. ഇതിങ്ങനെ നടക്കുക, കുറെ കുട്ടികൾ ആടിനെ മേയ്ക്കുക, കുറെ കുട്ടികൾ പോത്തിന്റെ വെക്കിലോടുക, പശുവിന്റെ വെക്കിലോടുക. ഇതെല്ലാം ആർക്കും സ്കൂളും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പെൺകുട്ടിയൊക്കെ പഠിക്കാനുള്ള ബുദ്ധി. പെൺകുട്ടികൾ നല്ലോണം പഠിക്കുക. പക്ഷെ പെൺകുട്ടികൾ ഇവർ പഠിക്കാനും വിടില്ല. ഒന്നിനും കൊള്ളാത്ത ആൺകുട്ടികളെ ഇവരെ മദ്രസയിലാക്കും. ഒരു 5ാം ക്ലാസ് മദ്രസ കഴിഞ്ഞാൽ പിന്നെ ഇവരെ മദ്രസ തീർന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ മദ്രസ ഉണ്ട്, നമ്മളും ദീനി കാര്യങ്ങളെല്ലാം പഠിക്കുകയും ഇതാക്കുകയും ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കാണ്ടിരിക്കുന്നില്ല. ഇവർക്കറിയാം ഇവിടെ ആരെങ്കിലും പഠിച്ച് വലുതായാലും അന്ന് താലിബാൻ അവർ താഴെ ഇറക്കും. അതുകൊണ്ടാണ് ഇവർ അന്നും ചെയ്യാത്തത്. വേറെ നമുക്കുകൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിപ്പിച്ച് ഞാൻ മറ്റേ ഹെസാർ പീപ്പിൾ ഇല്ലേ അവരെ വീട്ടിൽ പോയതിന് കുറേ ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നത് ടൂറിസ്റ്റാണ്. നോക്കുമ്പോൾ അയാൾക്കൊരു വലിയ മുത്തപ്പ ഉണ്ട്. അയാൾ കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അയാൾ പറഞ്ഞു ഞാൻ ഇവിടുത്തെ പോലീസാണ്, നിങ്ങളൊന്നും പേടിക്കാണ്ട്, നിങ്ങൾ എൻ്റെ സിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു അതല്ല കാര്യം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അവിടെ വെച്ച് നിങ്ങൾക്ക് താലിബാൻ ഇഷ്ടപ്പെട്ടോ? താലിബാൻ ബ്യൂട്ടിഫുൾ ആണോ? അല്ല സോറി, എന്തെങ്കിലും അഫ്ഗാനിസ്ഥാൻ ഇഷ്ടപ്പെട്ടോ? അഫ്ഗാനിസ്ഥാൻ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ പറഞ്ഞു നിങ്ങളെ രാജ്യം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതങ്ങനെ പറഞ്ഞു. ഞാൻ പറയും നിങ്ങളെ രാജ്യം ഓക്കെയാണ്, നിങ്ങളെ നാട്ടുകാർ ഓക്കെയാണ്, പക്ഷേ നിങ്ങളെ താലിബാനെ ചെയ്യുന്ന ഭയങ്കര ക്രൂരതയാണ്. ഞാൻ പറഞ്ഞു പെണ്ണുങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ കുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം? അപ്പോൾ അയാൾ പറഞ്ഞു അത് ഇസ്ലാമിക് റൂളാണ്. ഞാൻ പറഞ്ഞു ഇസ്ലാമിക് റൂളുള്ള ഒരു കൺട്രിയാണ് സൗദി അറേബ്യ. അവിടുത്തെ എല്ലാ ആളുകൾക്കും എഡ്യൂക്കേഷനും വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാ ഫ്രീഡം എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യ ഒന്നും സ്റ്റോപ്പ് ചെയ്യില്ലെന്ന് ചോദിച്ചാൽ അയാളൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഞാൻ അയാളായിട്ട് കുറേ വർത്താനായി. ഒരു നിമിഷം ഞാൻ മറന്നുപോയി ഞാൻ താലിബാന്റെ മുമ്പിലാണുള്ളത്. കാരണം ഞാൻ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ രാജ്യത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്ന ഞാൻ ഓരോ പെൺകുട്ടികളുടെ അവസ്ഥ. അതുപോലെ ഓരോ വീട്ടിലും ഡിവോഴ്സായി നിൽക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. അതായത് ഈ താലിബാന്റെ കണക്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ നമുക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കോടതിയിൽ പോയിട്ട് ഒരു പെറ്റീഷൻ കൊടുത്താൽ നമുക്ക് ഡിവോഴ്സ് കിട്ടൂലേ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കോടതിയോ വക്കീലോ പോലീസ് സ്റ്റേഷനോ ഒന്നുമില്ല.